കേശവപുരം ക്ഷേത്രത്തിലെ ക്ഷേത്രതന്ത്രി മനയാട്ടുമന ശ്രീ നീലകണ്ഠൻ നമ്പൂതിരിയാണ് എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. ജന്മാഷ്ടമി എന്ന് പറയുമ്പോൾ സന്തോഷം നൽകുന്ന ഒരു ആഘോഷമാണ്. അതിലേറെ ആ മൂർത്തിയോട് നമുക്ക് വല്ലാത്ത ഒരു സ്നേഹം തോന്നുന്ന ഒരു ആഘോഷമാണ്. ഈ ക്ഷേത്രത്തിലെ ജന്മാഷ്ടമി ആഘോഷങ്ങളെക്കുറിച്ച് അങ്ങൊന്ന് വിശദമാക്കാമോ? വളരെ കാലമായിട്ട് ഈ ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്ന ഒരിടമാണ്. അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വളരെ വിപുലമായിട്ട് ആചരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേശവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അത് കഴിഞ്ഞ ഒരു 20 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ അനവധി അഭിഷേകങ്ങൾ, പൂജകൾ, അതുകൂടാതെ ഏറ്റവും പ്രാധാന്യമായിട്ട് അന്നത്തെ ദിവസം കൃഷ്ണൻ്റെ പിറന്നാൾ സദ്യ അത് വളരെ കേമാണ്. അനവധി ആൾക്കാർ ആ ഭഗവാന്റെ ആ സദ്യ ഉണ്ട് ആത്മനിർവൃതി അണയുന്ന ഒരു സുദിനവും കൂടിയാണ് അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ അന്ന് ഭഗവാന്റെ ജന്മ സമയമായിട്ടുള്ള ആ രാത്രി 12 മണിയോട് കൂടിയിട്ട് ഭഗവാന് ഈ രാവിലെ എന്തൊക്കെ അഭിഷേകങ്ങൾ നടന്നോ അതിൻ്റെ എല്ലാം ഇരട്ടിയായിട്ട് ആ വൈകുന്നേരം അഭിഷേകം നടത്തി ഭഗവാൻ പിറന്ന ആ സമയത്ത് നട തുറന്ന് ഭഗവാന്റെ ദർശനം ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചടങ്ങായിട്ട് കണക്കാക്കുന്നത്. ജന്മാഷ്ടമി ദിനത്തിൽ ഇപ്പോൾ എല്ലാവരും ഗുരുവായൂരിലേക്ക് എത്താൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ കൃഷ്ണൻ്റെ മൂർത്തിയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഇതുപോലെ പുരാതന ക്ഷേത്രങ്ങളിൽ അത് വളരെ മനോഹരമായി ആചരിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് തന്നെ അങ്ങേക്ക് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഈ ജന്മാഷ്ടമി ദിവസത്തെക്കുറിച്ച് ഉള്ള പ്രത്യേകത എന്താണ് പറയാൻ സാധിക്കുക? ഗുരുവായൂരപ്പൻ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. എല്ലാ കേരളത്തിലെ എല്ലാ കൃഷ്ണക്ഷേത്രങ്ങളിലും ഗുരുവായൂരപ്പൻ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ തെക്കൻ ഭാഗത്ത് ഉള്ള ഒരു ഗുരുവായൂരപ്പൻ ക്ഷേത്രം തന്നെയാണ് നമ്മളുടെ ഇത്. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണുന്ന അതേ അനുഭവം തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കുക. വളരെ സന്തോഷം അങ്ങയോട് സംസാരിച്ചതിൽ. അങ്ങ് ഇവിടെ സ്ഥിരമായിട്ട് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവാറുണ്ട്? ഇല്ല, ഞങ്ങൾക്ക് ശരിക്ക് തന്ത്രം ഉള്ളത് തിരുവിതാംകൂറിൻ്റെ വടക്കേ ഭാഗത്താണ്. കടുത്തുരുത്തി, മള്ളിയൂർ, അങ്ങനെയുള്ള ആ കോട്ടയം ജില്ല, ആലപ്പുഴ ജില്ല ഭാഗങ്ങളിലാണ് അധികവും തന്ത്രം. ഇവിടെ ഒരു അഷ്ടമംഗല പ്രശ്നം വയ്ക്കുകയും 20 വർഷം മുമ്പ് ഒരു അഷ്ടമംഗല പ്രശ്നം വയ്ക്കുകയും അന്ന് എന്നെ ഒഴിവ് കണ്ടിട്ട് ഇവിടെ തന്ത്രസ്ഥാനം ഏൽക്കുകയാണ് ചെയ്തത്.